എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽക്കപ്പ. ഈ കപ്പ കൊണ്ട് അല്ലെങ്കിൽ കിഴങ്ങ് കൊണ്ട് നമ്മൾ പാൽക്കപ്പയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിക്കാനായിട്ട് നോൺ വെജാണ് ഏറ്റവും നല്ലത്. ചിക്കനും പാൽക്കപ്പയും കഴിക്കാം, ബീഫും പാൽക്കപ്പയും കഴിക്കാം, മീൻ കറി കൂട്ടിയും കഴിക്കാം. നമ്മളിന്ന് ബീഫ് കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. അപ്പം നമ്മുടെ കിഴങ്ങ് ഇതുമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി പീസുകളാക്കി കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചു കേട്ടോ. അപ്പം കപ്പ ഇതാണ് നമ്മൾ അതിലേക്ക്. ഈ ഇതിൽ കിടന്ന് വേവണം. അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ഇടും കേട്ടോ, കുറച്ച് ഉപ്പ്. കുറച്ച് ഉപ്പിട്ട് വേവട്ടെ. കപ്പ വേവല്ല, തിളച്ചിട്ടുണ്ട്. നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ കപ്പ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഇടുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേറെ വെള്ളത്തിലേക്ക്, വെള്ളം നല്ലോണം ചൂടായി കഴിയുമ്പോൾ ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് ഒന്നും കൂടി വേവിക്കും കേട്ടോ. അതിൻ്റെ കട്ട് കളയണം. കപ്പയിടയ്ക്ക് ഒരു കട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അത് നമ്മൾ അല്ലാണ്ട് ആ പച്ച വെള്ളം എടുത്ത് കൊഴുപ്പും കൂടും കപ്പയ്ക്ക്. അപ്പം നമ്മളത് എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുക. അത് വെള്ളം, ഇതിൽ വെള്ളം തിളച്ചു തുടങ്ങി. പച്ചവെള്ളത്തിലേക്ക് ഇടരുത് കേട്ടോ ഒരിക്കലും. ഈ തിളച്ച കപ്പ എടുത്ത് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കല്ലച്ചു പോകും. അപ്പം നമ്മൾ എപ്പോഴും ചൂടായ വെള്ളത്തിലേക്കാണ് കപ്പ ഇടാൻ പോകും. അപ്പോൾ ആ കപ്പയിലിടാനായിട്ട് പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് ഇഞ്ചി അല്ല, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ച് ഇതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴങ്ങ് നല്ലോണം വെന്ത് ഉടഞ്ഞ് കണ്ട ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ തേങ്ങാപ്പാൽ ആദ്യം ഇത്തിരി ലൂസായിട്ട് ഒഴിക്കണം കേട്ടോ. ഇത് ഒന്നും കൂടി കുറുകും. പാലൊഴിച്ചു ഇതൊന്നും കൂടി കിടന്ന് തിളക്കട്ടെ. തേങ്ങാപ്പാൽ ഇത്തിരി ലൂസിൽ, തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇത്തിരി ലൂസ് വേണം കേട്ടോ. വെച്ചാൽ അത് തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയാവും. ഇത്തിരിയും കൂടിയും പാലൊഴിക്കും ഞാൻ, കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കര കട്ടിയായിട്ട് വരും. അപ്പം നമ്മൾ ആദ്യം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്, അത് പോരാ, കട്ടിയാവൂല. അപ്പോൾ കുറച്ച് പാലും കൂടി ഒഴിക്കാം. കണ്ട അപ്പോൾ ലൂസായിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആവശ്യത്തിനുള്ള കട്ടിയിലാവും. നമ്മൾ കഴിക്കാൻ നേരത്ത് ഇപ്പം ഇങ്ങനെ വീണാലും കിഴങ്ങല്ലേ നല്ലോണം കുറുകി വരും. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ആദ്യമേ കുറേ ഉപ്പിട്ട് കൊടുത്തു തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ അതിയായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് പോരെങ്കിൽ, ഇനി നമുക്ക് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പൊക്കെ മതി. നമുക്കിതൊന്ന് കടുക് വറക്കണം, അല്ലെങ്കിൽ താളിക്കണം. ഞങ്ങൾ ഇവിടെ കടുക് വറക്കണമെന്നാണ് പറയണേ. അപ്പം അതിന് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു.
കുറച്ച് കടുകിട്ട് കൊടുക്കണം. ഇനി കുറച്ച് ഉള്ളി, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില. ഈ ഉള്ളിയൊന്ന് ചുമക്കണം കേട്ടോ. അതിൻ്റെ ഈ മൂത്ത് തന്നെ ഉള്ളി. നമ്മുടെ ഉള്ളി കടുക് വറുത്തത് അല്ലെങ്കിൽ താളിച്ചത് ഇങ്ങനെയായിട്ടാ. ഞങ്ങൾ താളിക്കണമെന്നല്ല പറയാറ്, കടുക് വറുക്കണമെന്നാണ് പറയാറ്. ഇങ്ങനെ ചുമന്ന് കഴിയുമ്പോൾ ഇതാണ് എൻ്റെ പാകം. ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇപ്പം നമ്മുടെ പാൽക്കപ്പ റെഡിയായിട്ടാ. ഇപ്പം ആവശ്യത്തിന് വെള്ളമായി നോക്കി. ഇതാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നോണായിട്ടുള്ള എന്തെങ്കിലും സാധനം, ഏറ്റവും രുചി അതാണ് കേട്ടോ. നോൺ വെജാണ് ഏറ്റവും നല്ലത്. ഇത് പാൽക്കപ്പയ്ക്ക് കഴിക്കാനായിട്ട് ബീഫ് കറി ഉണ്ടാക്കി കഴിക്കാം, ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ മീൻ കറി എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും ബീഫും ആണ് കേട്ടോ. ബീഫും കൂട്ടിയാണ് കഴിക്കണത്. അപ്പോൾ നമ്മൾ കുറച്ച് കപ്പയും ഈ ബീഫും, കപ്പയ്ക്ക് നല്ല ചൂടാണ്, ഇങ്ങനെ എടുത്ത് ഒരു ബീഫിൻ്റെ കഷ്ണം കൂടിയും വെച്ച് നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, പാൽക്കപ്പയും ബീഫും. ഞങ്ങൾ പാൽക്കപ്പയും ബീഫും അല്ല, ചിലപ്പോൾ മീനൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്. അപ്പം ഇറച്ചിയുടെ കൂടെ, ബീഫിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത്. ചിക്കൻ്റെ കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് ബീഫിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കഴിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും കപ്പ കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കാൻ വിഷമമില്ല. തേങ്ങാപ്പാലൊന്നും ഒരുപാടൊന്നും വേണ്ട. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.